കോളേജ് ടൂർ കൊടൈക്കനാലിലേക്ക്. പ്രിൻസസ് ഓഫ് ഹിൽസ് അഥവാ കുന്നുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ. പ്രകൃതി രമണീയമായ മലകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ഒരു പ്രദേശം. കൊടൈക്കനാലിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. തമിഴ്നാടാണ് സ്ഥലമെങ്കിലും കണ്ടാൽ ഒരു ഫോറിൻ കൺട്രിയുടെ ലുക്കില്ലേ. കൂടാതെ കോടൈ, അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. കോളേജിലെ 45 സ്റ്റുഡൻസുമായിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് തിരിച്ചു. പിറ്റേ ദിവസം വെളുപ്പിന് 5:30 ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിച്ചേർന്നു. ഇതാണ് ഞങ്ങൾ വന്ന ബസ്. ഞങ്ങൾക്കുള്ള സ്റ്റേ ഈ ഒരു ലോഡ്ജ് അപ്പാർട്ട്മെന്റിലാണ്. ബസ്സിൽ വന്ന ഉടനെ തന്നെ പ്രദേശത്തിന്റെ ഭംഗി കണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്കായി തിരിച്ചു. ആ സമയം സൺറൈസ് സമയമായിരുന്നു. വളരെ പെട്ടെന്നാണ് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത്. അങ്ങനെ ഇരുട്ടിലായിരുന്ന കെട്ടിടങ്ങൾ വെളിച്ചത്തിൽ കളർഫുള്ളായി നിൽക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ആ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി ഞങ്ങൾ ലോഡ്ജിലേക്ക് കടക്കുകയാണ്. ഇവിടുന്ന് ഫ്രഷപ്പായി ഫുഡ് കഴിച്ചിട്ട് വേണം കൊടൈക്കനാൽ ഫുള്ളൊന്ന് കറങ്ങാൻ. റിസപ്ഷനിൽ നിന്നും കീയും വാങ്ങിച്ച് റൂമിലേക്ക് കടന്നു. രാവിലത്തെ ഫുഡ് ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ്. ഞങ്ങളുടെ കൂടെ തന്നെ കുക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനൊരു സ്പേസ് കിട്ടി. അങ്ങനെ ഫുഡും കഴിച്ച് കൊടൈക്കനാൽ ടൗണിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഒരിടം കൂടിയാണ് കൊടൈക്കനാൽ. കൂർക്കല്ലേ, കിഴങ്ങാന്ന് തോന്നുന്നല്ലേ. ഇതെന്തു ഇത്? നല്ല ഫ്രഷ് ആയിട്ട് വിളയിച്ചെടുത്ത പച്ചക്കറികൾ കണ്ടില്ലേ. വെളുത്തുള്ളി, ഇതൊക്കെ ഇവിടെ വിളയിക്കുന്നതാണ്. റാഡിഷ് എത്ര റേറ്റ്? ഇത് വൈറ്റ് റാഡിഷ് അല്ലേ? റെഡ് റാഡിഷ് ഉണ്ടോ? റെഡ് അല്ലേ? ഇത് കിലോ 80 അല്ലേ? എത്ര ഇത്? 400. ഇത് 300. 500 രൂപ അല്ലേ? ആ ശരി ശരി. ബീട്രൂട്ടാ 120 അല്ലേ? എത്ര കിലോ? 140. എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. അങ്ങനെ പച്ചക്കറികളുടെയൊക്കെ വില ചോദിച്ച് ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിന്റെ സമീപത്തായി എത്തിച്ചേർന്നു. ഈ ഒരു ലേക്കിന്റെ പല ഭാഗത്തായിട്ട് കണ്ടില്ലേ, ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. ലേക്കിന്റെ ചുറ്റുമായി ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. ഈ റോഡാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. റോഡിന്റെ വശങ്ങളിലായി ഒത്തിരി കടകളുണ്ട്. സഞ്ചാരികളെയും കുട്ടികളെയും ആകർഷിക്കാൻ തക്കവണ്ണമുള്ള സാധനങ്ങളുള്ള കടകൾ. 10.50. അങ്ങനെ 50 രൂപയ്ക്ക് 10 ചാൻസ് എന്നുള്ള രീതിക്ക് ഞങ്ങളുടെ ബിനുസാർ തോക്കങ്ങെടുത്തു. ഇങ്ങനെ അടുപ്പിച്ച് 5 വട്ടം കൊള്ളിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടും. നമ്മൾ ഇതിൽ ഇടുന്ന ആ ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഐറ്റം, അത് പല രീതിയിലുള്ള ഐറ്റമാണ് ഇവർ തരുന്നത്. ചിലതിന് ഒട്ടും വെയിറ്റ് കാണത്തില്ല, ചിലത് കട്ടിയുള്ളതും. അങ്ങനെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മളായിട്ട് തന്നെ വാങ്ങിച്ച് കട്ടിയുള്ളത് നോക്കിയിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്കുന്ന അടി ചിലപ്പോൾ ഇതിനകത്ത് കൊണ്ടു കഴിഞ്ഞാലും ബലൂൺ പൊട്ടിപ്പോകത്തില്ല. ഒരു കൗതുകത്തിന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കി. പക്ഷേ അടുപ്പിച്ച് 5 തവണ കൊള്ളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. സൈക്കിൾ ചവിട്ട്. ലേക്കിന് ചുറ്റുമായിട്ടുള്ള റോഡിലൂടെയാണ് ഈ സൈക്കിൾ ചവിട്ടി കൊണ്ടുവരേണ്ടത്. പിടിച്ചിരുന്നാ കേട്ടാ. അങ്ങനെ ആ ഒരു സ്ഥലവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. 10 രൂപ എൻട്രി പാസിൽ അകത്തേക്ക് പ്രവേശിക്കാം. 20-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന HD ബ്രാൻഡാണ്
പൈൻ ഫോറസ്റ്റുകൾ എന്ന പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചത്. പൈൻ ഫോറസ്റ്റുകൾക്കുള്ളിലേക്കായി കുറച്ച് ആഴത്തിൽ സഞ്ചരിച്ചാൽ ഫോട്ടോ എടുക്കുന്നതിനായുള്ള നല്ല മനോഹരമായ പ്രദേശങ്ങൾ ലഭിക്കുന്നതാണ്. അങ്ങനെ എടുത്തൊരു ഫോട്ടോയാണ് ഈ കാണുന്നത്. പൈൻ ഫോറസ്റ്റിന് തൊട്ടടുത്തായുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗുണ കേവ്സ്. തമിഴ്നടൻ കമൽഹാസന്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഈ ഒരു സിനിമയിലെ തന്നെ കൺമണി അൺബോർഡ് കാതലാൻ എന്ന സോങ്ങും ഈ ഒരു ഗുണ കേവിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷമാണ് ഈ ഒരു ഗുണ കേവ്സ് ഫേമസ് ആയത്. 1970 കാലഘട്ടങ്ങളിൽ ഗുണ കേവ്സിന്റെ ഉൾഭാഗങ്ങൾ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആക്സിഡൻസുകളൊക്കെ സംഭവിച്ച് 2-3 പേരും മരിച്ചതൊക്കെ കൊണ്ട് ഗുണ കേവ്സ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. എങ്കിലും പുറത്തു നിന്ന് ചില ഭാഗങ്ങൾ കാണാം. വിദഗ്ധർ പറയുന്നത് ഏകദേശം 3000 അടി താഴ്ചയാണ് ഗുണ കേവ്സിന്. അതിൽ 500 അടി വരെ മാത്രമേ ലൈറ്റ് കടന്നു ചെല്ലത്തുള്ളൂ. ഈ ഒരു കേവ്സിന്റെ തന്നെ മറ്റൊരു പേരാണ് ഡെവിൾസ് കിച്ചൺ. ഇവിടുത്തെ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മണ്ണുകൾ പോയി വേരുകൾ മാത്രം മുകളിലായി ദൃശ്യമായിരിക്കുന്ന പൈൻ മരങ്ങൾ. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലം. ഇതെല്ലാം കണ്ടപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് തന്നെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഷെൻബാഗ നാടാർ എന്ന വ്യക്തിയുടെ മകനായ രാജസാബെ കുറിച്ചിരിക്കുന്ന കുറിപ്പ്. ഗുണ കേവ്സ് ഓപ്പൺ ആയിരുന്ന കാലത്ത് 1955 മെയ് 12 ഷെൻബാഗ നാടാർ എന്നൊരു വ്യക്തി ഇതിൽ ആക്സിഡന്റലി വീണുപോവുകയും അദ്ദേഹത്തിന്റെ ബോഡി തൊട്ടടുത്ത ദിവസം തന്നെ റിക്കവർ ചെയ്ത് കിട്ടുകയും ചെയ്തു. ഏകദേശം 500 അടി താഴ്ചയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബോഡി റിക്കവർ ചെയ്ത് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി അദ്ദേഹത്തിന്റെ മകൻ സ്ഥാപിച്ച കല്ലാണ് ഈ കാണുന്നത്. 1851 കാലഘട്ടത്തിൽ ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. പണ്ടുകാലത്ത് വവ്വാലുകൾ മാത്രം വിഹരിച്ചു നടന്നിരുന്ന ഒരു സ്ഥലം. പേടി തോന്നിപ്പിക്കുന്നതും ഭയം ഉളവാക്കുന്നതുമായിട്ടുള്ള സ്ഥലമായിരുന്നു ഗുണ കേവ്സ്. ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ: പണ്ടുകാലത്ത് ഗുണ കേവ്സിനുള്ളിൽ നിന്നും ഭക്ഷണം പാകം ചെയ്യുന്നതിനും പാത്രം താഴെ വീഴുന്നതിൻ്റെയും ചുമയ്ക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ വന്നിരുന്നതായും ഇത് എന്താണെന്നറിയുന്നതിനായി ചിലരൊക്കെ ഇതിനുള്ളിൽ പോയതായും പിന്നീട് അവരൊന്നും തിരിച്ചു വരാഞ്ഞതായും കൊണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഡെവിൾസ് കിച്ചൺ എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. പിന്നീട് കമലഹാസന്റെ ഗുണ എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷമാണ് ഈ ഒരു സ്ഥലം പ്രസിദ്ധമായി തുടങ്ങിയത്. സഞ്ചാരികളുടെ ഒഴുക്ക് കൂടിയപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 3 പാറകൾ ചേർന്നാണ് ഗുണ കേവ്സ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗുണ കേവ്സിലെ സൂയിസൈഡ് പോയിന്റ് അല്ലെങ്കിൽ വ്യൂ പോയിന്റ് ആണ്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കോട വന്ന് കയറുന്നത് നല്ല രീതിയിൽ കാണാം. 3 പാറക്കല്ലുകൾക്കിടയിലൂടെ മുകളിലേക്ക് എത്തിച്ചേരുന്ന കോടമഞ്ഞ് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. തികച്ചും അവിസ്മരണീയമായ ഒരു സന്ദർഭം. അങ്ങനെ ഗുണ കേവ്സും കണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡടിക്ക് യാത്ര തുടർന്നു. ഞങ്ങളുടെ കുക്ക് ചേട്ടൻ ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. ഇനി അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി യാത്രകൾ. അങ്ങനെ പുളിശ്ശേരിയും സാലഡും തോരനും ഒക്കെ ചേർത്ത് ഒരു അടിപൊളി ഊണ്. അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു.